ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. മാലതി അതുവഴി പോകുന്ന ഒരു പയ്യന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി കാർത്തിയെ വിളിക്കുകയാണ്. തലപ്പാടിയിലേക്ക് പോകുന്ന നിങ്ങളുടെ അമ്മയ്ക്കും മകൾക്കും ഭാര്യയ്ക്കും ആപത്തുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് മാലതി കോൾ കട്ട് ചെയ്യുന്നു. തുടർന്ന് കാർത്തി പെട്ടെന്ന് തന്നെ തന്റെ പോലീസ് ഫോഴ്സിനെ വിളിച്ച് വിവരങ്ങളെല്ലാം അറിയിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് തലപ്പാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മീനാക്ഷിയും വൈഗമോളയും രാമഭദ്രനെയും സാവിത്രിയുമാണ്. പോകുന്ന വഴിക്കൊന്നും സാവിത്രിയിൽ നിന്നും ഒരനക്കവും ഉണ്ടാകാത്തതുകൊണ്ട് എന്തു പറ്റിയെന്നൊക്കെ മീനാക്ഷി ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് സാവിത്രി. തുടർന്ന് വൈഗമോളെ സാവിത്രിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് മീനാക്ഷി. എന്നിട്ടും സാവിത്രി പഴയതുപോലെയൊന്നും മിണ്ടാത്തത് കാണുമ്പോൾ എല്ലാവരും വിഷമത്തോടെ ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വൈശാഖിനെയാണ്. വൈശാഖ് തന്റെ ആളുകളെ വിളിച്ച് വൈഗമോളെ കിഡ്നാപ്പ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കുകയാണ്. അങ്ങനെ വൈശാഖിന്റെ ഗുണ്ടകളും വൈശാഖും തലപ്പാടിയിലെത്തിയിരിക്കുന്നു. അങ്ങനെ കുറച്ചു സമയങ്ങൾക്ക് ശേഷം മീനാക്ഷിയും ബാക്കിയുള്ളവരും തലപ്പാടിയിലെത്തുകയും മീനാക്ഷി കാറിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട് വൈശാഖിന്റെ ഗുണ്ടകളിൽ ഒരാള് മീനാക്ഷിയുടെ പിന്നാലെ ചെല്ലുകയാണ്. അതേസമയമാണ് കാർത്തി പറഞ്ഞ പോലീസുകാര് അങ്ങോട്ടേക്ക് വരുന്നത്. പോലീസ് ജീപ്പ് കാണുമ്പോൾ തന്നെ അവരെല്ലാം അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ ഹാജിയാരുടെ അകത്തേക്ക് ചെല്ലുകയാണ് മീനാക്ഷിയും മറ്റുള്ളവരും. തുടർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സാവിത്രിയുടെ തലയിൽ തൊട്ട് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് ഹാജിയാര് അവരെ അവിടുന്ന് പറഞ്ഞയക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. ടെൻഷനോടെ നടക്കുന്ന മൈഥിലിയാണ് കാണിക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് മാലതി പറയുകയാണ്, ചെമ്പകമംഗലംകാരോട് എനിക്ക് ദേഷ്യമൊക്കെ ഉണ്ട്, പക്ഷേ നിന്റെ ഈ കൊള്ളരുതായ്മയ്ക്കൊന്നും ഞാൻ കൂട്ടു നിൽക്കല്ലടിയെന്ന് മാറി നിന്ന് മനസ്സിൽ പറയുകയാണ് മാലതി. അതേസമയം മൈഥിലിയുടെ ടെൻഷനോടെയുള്ള നിൽപ്പ് കണ്ട് നന്ദിനി പുറത്തേക്ക് വരുന്നു. എന്താടി കൂട്ടിലിട്ട വെരുകിനെ പോലെ നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? ഒന്നുമില്ലെന്ന് മൈഥിലി പറയുമ്പോൾ മാലതിയും രാജലക്ഷ്മി അമ്മയും കൂടി അങ്ങോട്ടേക്ക് വരുന്നു. അവളുടെ കുഞ്ഞിനെയും കൊണ്ടാണല്ലോ മീനാക്ഷി പോയത്. ഇനി കുഞ്ഞിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകുമോ എന്നുള്ള പേടിയായിരിക്കും അവൾക്ക് എന്ന് മാലതി പറയുമ്പോൾ ഇനി ഇവർ ഞാൻ പറഞ്ഞതെന്തെങ്കിലും കേട്ടോ എന്നുള്ള സംശയത്തോടെ നിൽക്കുകയാണ് മൈഥിലി. അതേസമയം തന്നെയാണ് മീനാക്ഷിയും മറ്റുള്ളവരും ചെമ്പകമംഗലത്തേക്ക് വരുന്നത്. അവരെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മൈഥിലി. എന്താ ഉണ്ടായതെന്ന് അറിയില്ലല്ലോ എന്ന് മൈഥിലി മനസ്സിൽ പറയുന്നു. തുടർന്ന് മീനാക്ഷി പറയുകയാണ്, ഞങ്ങൾക്ക് നേരെ ഒരു അറ്റാക്ക് ഉണ്ടാകേണ്ടതായിരുന്നു, പോലീസ് വന്നതുകൊണ്ടാ രക്ഷപ്പെട്ടത്. ഇത് കേൾക്കുന്ന രാമഭദ്രൻ പറയുകയാണ്, പക്ഷേ അത് ഞങ്ങൾക്ക് നേരെയാണോ എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. പോലീസും ഗുണ്ടകളും തമ്മിലുള്ള എന്തെങ്കിലും ആണോ എന്നും സംശയമുണ്ട്. അല്ല മോളെ, പോയിട്ടും സാവിത്രിക്ക് മാറ്റമുള്ളതായി തോന്നുന്നില്ലല്ലോ എന്ന് രാജലക്ഷ്മി അമ്മ പറയുമ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലും മന്ത്രവാദിയെ വിളിക്കാമെന്ന് മാലതിയും പറയുന്നു. എനിക്ക് ചെറിയ അസ്വസ്ഥതയേ ഉള്ളൂ, അത് ഒന്ന് കിടന്നാൽ മാറിക്കോളും, എനിക്ക് തന്നെ അറിയാൻ പരിഹരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് സാവിത്രി അകത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു ദിവസം കൂടി നോക്കാമെന്ന് മീനാക്ഷി പറയുന്നു. ഇല്ലെങ്കിൽ നമുക്ക് സൈക്യാട്രിസ്റ്റിനെ കാണിക്കാമെന്ന് നന്ദിനിയും പറയുന്നു. ഇതൊക്കെ കേൾക്കുന്ന മീനാക്ഷി ദേഷ്യത്തോടെ മൈഥിലിയെ നോക്കുമ്പോൾ ഇനി ഇവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയോ എന്ന് മൈഥിലി മനസ്സിൽ പറയുന്നു. അല്ലമ്മേ, നമ്മൾ കുടുംബക്കാർ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവളെന്തിനാ നിൽക്കുന്നത്? എൻ്റെ മോളെ, എത്ര ചീത്ത കേട്ടാലും തൃപ്തി വരാത്തവളോട് എന്ത് പറയാനാ? നിങ്ങൾ വായെന്ന് പറഞ്ഞ് രാജലക്ഷ്മിയമ്മ ബാക്കിയുള്ളവരെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് കാർത്തി വീട്ടിലേക്ക് വരുന്നതാണ്. അത് നിങ്ങൾക്ക് നേരെ ഉണ്ടായ ഒരു അറ്റാക്ക് ആയിരുന്നു. കൃത്യസമയത്ത് ആരോ എന്നെ ഫോണിൽ വിളിച്ചറിയിച്ചു. ശബ്ദം മാറ്റി സംസാരിച്ചത് കൊണ്ട് ആരാണെന്ന് അറിയാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് എനിക്ക് കൃത്യസമയത്ത് പോലീസ് ഫോഴ്സിനെ അയക്കാൻ പറ്റിയതെന്ന് കാർത്തി പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോട് നിൽക്കുകയാണ് മൈഥിലി. മീനാക്ഷി, നീ ഇനി പുറത്തു പോകുന്നുണ്ടെങ്കിൽ എന്നോട് പറയാതെ പോകരുതെന്ന് കാർത്തി പറയുമ്പോൾ ഇവക്ക് ചുറ്റും ഒരു മതില് പോലെ ഇനി ഇവൻ എപ്പോഴും ഉണ്ടാകുമല്ലോ എന്ന് ദേഷ്യത്തോടെ പറയുകയാണ് മൈഥിലി. മോനെ, ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്ന് രാജലക്ഷ്മി അമ്മ പറയുമ്പോൾ രണ്ടുപേരാകാനേ സാധ്യതയുള്ളൂ. ഒന്നെങ്കിൽ ഇന്ദ്രജ അമ്മായി, അല്ലെങ്കിൽ ആ ഗജ ഫ്രോഡ് വൈശാഖ്. ഇനി ഇവർ രണ്ടുപേരും കൂടി ഒന്നിച്ചിട്ടുണ്ടോ എന്നും എനിക്ക് സംശയമുണ്ട്. മോനെ, എനിക്കും വേറെ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. തെളിവുകളെല്ലാം കിട്ടിക്കഴിഞ്ഞ് ഞാൻ നിന്നോട് പറയാമെന്ന് നന്ദിനി പറയുമ്പോൾ പേടിയോടെ നന്ദിനിയെ നോക്കുകയാണ് മൈഥിലി. പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ പായസം വയ്ക്കുന്ന മീനാക്ഷിയാണ്. ഇന്നെന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ വലിയൊരു അപകടത്തിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെട്ടതല്ലേ, അതുകൊണ്ട് ഞാൻ വെച്ചതാണെന്ന് പറയുകയാണ് മീനാക്ഷി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.